ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നടന്നിട്ടുള്ള സെക്കൻഡ് സെമസ്റ്റർ BBAയുടെ ഫൗണ്ടേഷൻ ഫോർ ബിസിനസ് അനലിറ്റിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ FM പോലെ അത്ര ടഫായിട്ടുള്ളൊരു എക്സാം ആയിരുന്നില്ല. എല്ലാവർക്കും എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ സെക്ഷനിൽ വാട്ട് ഇസ് സാമ്പിൾ സ്പേസ്, സാമ്പിളിങ്ങുമായി റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ തിയറിയും പഠിക്കാൻ പറഞ്ഞിരുന്നു. സാമ്പിൾ സ്പേസ് എന്താ ചോദിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സബ്ജക്റ്റ് തന്നെ വാട്ട് ഇസ് ബിസിനസ് അനലിറ്റിക്സ്, ഫസ്റ്റ് ചാപ്റ്ററിലെ ഫസ്റ്റ് ടോപ്പിക്ക്. റാൻഡം എക്സ്പെരിമെൻ്റ് എന്താണെന്നുള്ള പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു പഠിക്കാൻ. ഇൻഡെക്സ് നമ്പർ എന്താണ്, അതിൻ്റെ പർപ്പസുകൾ, അതേപോലെ റിഗ്രഷൻ അനാലിസിസ്, പിന്നെ മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആൻഡ് എക്സോസ്റ്റീവ് ഈവൻസുകൾ, അതിനെക്കുറിച്ച് ഞാൻ എടുത്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല. നമ്മുടെ ടെക്സ്റ്റിലും അതിൻ്റെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫോം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം ചിലപ്പോൾ ഇത് മാത്രം നോക്കിയവർക്ക് എഴുതിക്കൊള്ളുന്നില്ല. പരാബോളിക് ആൻഡ് ലോഗരിതമിക് ട്രെൻഡ്സ്, പിന്നെ കൈ സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ എന്താണെന്നുള്ളത്, സാമ്പിളിംഗ് എന്താണെന്നുള്ളതും സാമ്പിൾ എന്താണെന്നുള്ളതും, ആൻഡ് വാട്ട് ആർ ഇൻഡിപെൻഡൻറ്റ് ഈവൻറ്റ്സ്, അതിൽ വരുന്ന ഈവൻ്റ് ഡിപ്പെൻഡൻറ്റ്, ഇൻഡിപെൻഡൻറ്റ്, മ്യൂച്വലി എക്സ്ക്ലൂസീവ്, എക്സോസ്റ്റീവ് ഈവൻറ്റ്സ് ഒക്കെ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പോയിൻ്റുകൾ അപ്പോൾ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി അതിൽ സെക്കൻഡ് പോർഷനിലേക്ക് പോവുകയാണെങ്കിൽ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ ദ വേരിയസ് പ്രോബബിലിസ്റ്റിക് സാമ്പിളിംഗ് ആൻഡ് ശരിക്കും ഇതൊരു എക്സേ ക്വസ്റ്റൻ ആയിട്ടായിരുന്നു നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്നാലും സെക്ഷൻ ബിയിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഹെഡിങ്ങുകളും അതിൻ്റെ 2-3 സെൻറ്റൻസിൽ എഴുതിയാൽ തന്നെ 6 മാർക്ക് അവിടെ സ്കോർ ചെയ്യാം. അപ്പോൾ അത് വളരെ ഡയറക്റ്റായി ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. വാട്ട് ഡു യു മീൻ ബൈ ടൈം സീരീസ്, അതിൻ്റെ കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത്, സീസണലും സൈക്ലിക്കലും അങ്ങനെ 4 കോമ്പോണൻസും ടൈം സീരീസും. അപ്പോൾ അതൊക്കെ നല്ലൊരു പാർട്ടിൽ നിന്ന് വന്നൊരു ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അതേപോലെ തന്നെ 13ാമത്തെ ക്വസ്റ്റ്യനിൽ പ്രോബബിലിറ്റി കാണാനുള്ളതാണ്. അവിടെ നമുക്ക് 6 പോയിൻ്റുകൾ, അതായത് ഓരോ മാർക്ക് വെച്ചാണ് ഓരോന്നിനുള്ളത്. എല്ലാ ഹെഡ്സും വരികയാണെങ്കിൽ എങ്ങനെയാണ്, 2 ഹെഡ്സ് വരികയാണെങ്കിൽ 1 ഹെഡ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അതിൽ 14ാമത്തെ ക്വസ്റ്റ്യനിൽ വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മുടെ പ്രൈസ് ഇൻഡെക്സ് കാണാൻ വേണ്ടിയിട്ട്. അതും സിമ്പിൾ അഗ്രഗേറ്റീവ് മെത്തേഡാണ് തന്നിരിക്കുന്നത്. അപ്പോൾ അതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. പിന്നെ വന്നിരിക്കുന്നത് 15ാമത്തെ ക്വസ്റ്റ്യനിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷനാണ് 2 സാമ്പിൾസിന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഈക്വൽ ആണോ എന്നുള്ളത് ചെക്ക് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് ദ പോപ്പുലേഷൻ ഈക്വൽ ആണോ എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പോപ്പുലേഷനും അതേപോലെ തന്നെ സാമ്പിൾ സൈസുമാണ് തന്നിരിക്കുക. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അതിന് ഈക്വൽ ആണോ എന്നുള്ളത് നോക്കാനാണ് പറഞ്ഞത്. പിന്നെ അതേപോലെ 16ാമത്തെ ക്വസ്റ്റ്യനിൽ പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ്റെ ആയിരുന്നു. അതും ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ മാത്രമാണ് വന്നിരിക്കുന്നത്. 17ാമത്തേൽ കൺസ്ട്രക്ട് 3 ഇയർലി മൂവിങ് ആവറേജ്. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുന്ന സമയത്ത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു, മൂവിങ് ആവറേജ് ഷുവർ ക്വസ്റ്റ്യൻ ആയിരിക്കും. അത് 5 ഇയറും 3 ഇയറും എന്തായാലും പഠിച്ച് പോകാമെന്ന്. അത് പിന്നെ ഡിഫറൻസ് ഒന്നുമില്ല, 3 എടുത്ത് നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ അതേപോലെ തന്നെ എസ്സേയിലേക്ക് പോവുകയാണെങ്കിൽ ലാസ്റ്റ് 18ാമത്തെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ട് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ടാണ്. അതും സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ, എക്സും വൈയും മാത്രം തന്നിട്ട് കോറിലേഷൻ കാണാനാണ്. പിന്നെ പറയുന്നത് സെക്ഷൻ സിയിൽ വളരെ എളുപ്പമായിട്ടുള്ള എസ്സേ ആയിരുന്നു, റാങ്ക് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ലാസ്റ്റ് 20th ക്വസ്റ്റ്യനിൽ റിഗ്രഷൻ കോഎഫിഷ്യൻ്റ് ആയിരുന്നു കാണാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ ലൈൻ ഓഫ് റിഗ്രഷൻ ഫോർ ദ ഫോളോയിങ് ഡാറ്റ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എന്നാലും FMനേക്കാൾ കുറച്ചും കൂടി ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും നല്ലൊരു മാർക്ക്, അതായത് ആവറേജായി പഠിക്കുന്ന ഒരാൾക്ക് 50 to 60 വരെ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറും കൂടിയായിരുന്നു. ഓൾമോസ്റ്റ് എല്ലാവർക്കും പഠിച്ച എല്ലാവരെയും സംബന്ധിച്ചോളം വളരെ സിമ്പിളായിട്ട്, അതായത് പ്രോബ്ലം ഒക്കെ ആയിരുന്നു നമ്മൾ പേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എല്ലാം ഡയറക്റ്റായിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അതുകൊണ്ട് പിന്നെ വലിയൊരു പ്രശ്നം അവിടെ പറയാനില്ല, തിയറി ആണെങ്കിലും. അപ്പോൾ ഇവിടെയും നമുക്കിപ്പോൾ ശരിക്കും 80% പ്രോബ്ലവും 20% തിയറി എന്നാണ്. പക്ഷേ 3 മാർക്കിനൊന്നും ഇവിടെ ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല, പ്രോബ്ലംസ് ചോദിച്ചിട്ടില്ല. പക്ഷെ നമ്മുടെ FMൽ പറഞ്ഞാൽ ഈക്വലായിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ 80% തിയറി പറഞ്ഞൊരു പേപ്പറിൽ ഇത്രയും പ്രോബ്ലം പറഞ്ഞൊരു പേപ്പറിൽ ഇത്രയും തിയറിയാണ് ഇവിടെ ഫസ്റ്റ് സെക്ഷൻ മൊത്തം വന്നത്. FMലൊക്കെ ശരിക്കും ഈക്വലായിട്ട് 5 തിയറി 5 പ്രോബ്ലം അങ്ങനെയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ ഈ ഒരു ആദ്യത്തെ സെക്ഷൻ അപ്പോൾ കംപ്ലീറ്റ് തിയറി. ഇവിടെ ആകെ വന്നിരിക്കുന്നത് 8 ക്വസ്റ്റ്യനിൽ 2 തിയറിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ ആദ്യത്തെ സെക്ഷനിലേക്കാൾ കൂട്ടിയിട്ട് വന്നത് ഇവിടെയാണ്. 6 പ്രോബ്ലംസും അതേപോലെ 2 തിയറി മാത്രമാണ് സെക്ഷൻ ബിയിൽ വന്നുള്ളൂ. എസ്സേ ക്വസ്റ്റ്യൻ പിന്നെ 2 തന്നെയാണ് വന്നത്, പ്രോബ്ലംസ് തന്നെയാണ് വന്നത്. അപ്പോൾ ആ രീതിയിലായിരുന്നു ഇതിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ. എന്നിരുന്നാലും പേടിച്ച് അത്രയും ഒരു
ടഫ് പേപ്പർ എന്ന് പറയാനില്ല. അപ്പോൾ എല്ലാവരും നന്നായിട്ട് എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, താങ്ക് യു.